ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും ഉദിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 21 ഏപ്രിൽ 2026 ചൊവ്വാഴ്ച. ഈ മാസത്തെ 21ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 111ാമത്തെ ദിവസം, ഉയർപ്പിന് ശേഷം 17ാമത്തെ ദിവസമാണ്. ഇന്ന് 482ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം നോമ്പ്. എന്താണ് നോമ്പ്? നോമ്പ് എന്താണ് നോമ്പ് എന്നതാണ്. നമുക്കേവർക്കും അറിയാം, സഭ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് 5 കാനോനിക നോമ്പുകളാണ്. അത് ആകെക്കൂടി കൗണ്ട് ചെയ്താൽ 106 ദിവസങ്ങളാണ്. നാം ഇപ്പോൾ വലിയ നോമ്പിന് ശേഷമാണ് കഴിയുന്നത്. ഹെവറോ ദിനങ്ങളിലൂടെ കടന്നു വന്നു. അതിനുശേഷം ഇനിയും നമ്മൾ പെന്തക്കോസ്തി പെരുന്നാളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഉയർപ്പിന് ശേഷം 17ാമത്തെ ദിവസമാണ്. ഇനി 33 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെന്തക്കോസ്തി ആയി. അതിനുശേഷം നമുക്ക് അടുത്ത നോമ്പുള്ളത് സ്ലീഹാ നോമ്പാണ്. അതായത് 13 നോമ്പ് എന്ന് പറയും. നാം ഈ നോമ്പുകളല്ലാത്ത ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട എന്നല്ല, നാം നല്ല പ്രവൃത്തികൾ ചെയ്യേണ്ട എന്നല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പ്രവൃത്തികളെ നോക്കുക. അവൻ എപ്പോഴും പ്രാർത്ഥന നിരതനായിരുന്നു. അവൻ എപ്പോഴും നോമ്പ് ഉള്ളവനായിരുന്നു. നോമ്പിൻ്റെ 2 ചിറകുകളാണ് ഉപവാസവും പ്രാർത്ഥനയും. അതൊക്കെയും നാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അല്പം കൂടി വിശകലനം ചെയ്യുവാനായിട്ട് നോക്കാം. എന്താണ് നോമ്പ് പറയുന്നതെന്ന്. എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെ ഉള്ളതോ എന്ന് യെശയ്യാ പ്രവചനം 58:5 പറയുന്നു. എന്താണ് നോമ്പ്? അത് ജീവിതത്തിൻ്റെ എല്ലാ കാമനകളോടും പുറംതിരിച്ച് നിൽക്കാനുള്ള ഉറച്ച തീരുമാനമാണ്, ചങ്കുറപ്പാണ്. ശരീരത്തെക്കാൾ ആത്മാവ് വലുതാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം, ഭൂമിയേക്കാൾ സ്വർഗം വിലയുള്ളതാകുന്ന നിമിഷം. നോമ്പുകാലം അത്തരം ചില അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കേണ്ടതും. അതോടൊപ്പം തന്നെ അത് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. അവനവന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. ജീവിതയാത്രയിൽ എത്രയോ പേരോട് പ്രാർത്ഥിക്കാമെന്ന് വാക്ക് നൽകിയതല്ലാതെ എത്ര പേർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഓരോ നോമ്പുകാലവും പ്രാർത്ഥനയുടെ പേരിലുള്ള ഇത്തരത്തിലുള്ള ആത്മവിശകലനത്തിന് കൂടി കാരണമാകണം. പലരുടെയും പ്രാർത്ഥനകൾ അവനവന് വേണ്ടി മാത്രമായിരിക്കുന്നു എന്നതാണ് ഖേദകരമായ വസ്തുത. അവനവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മതി വരുന്നില്ല, പിന്നെ അല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനെയാണ് പൊതുരീതി. പ്രാർത്ഥിക്കുന്നതെല്ലാം എന്തിനു വേണ്ടി എന്ന് ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം എന്ന മട്ടിലാണ് യവനും. നമ്മുടെ പ്രാർത്ഥനാ രീതികളെല്ലാം, നിയോഗങ്ങളുമെല്ലാം അല്പം വ്യത്യാസമായി കാണുവാൻ നോമ്പുകാലം ഒരു അവസരമാക്കണം. മടുപ്പ് കൂടാതെയും മടി കൂടാതെയുമുള്ള പ്രാർത്ഥനയ്ക്ക് യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു മാതൃക ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. 40 ദിവസത്തെ മരുഭൂമി യാത്രയിലും വലിയ പരീക്ഷണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലും ദൈവപിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന നിരതനാവുകയാണ് യേശു ക്രിസ്തു ചെയ്തത് എന്ന് നമുക്കെവർക്കും അറിയാം. പ്രാർത്ഥന ജീവിതത്തിൻ്റെ ശക്തിയാണെന്നും ആവശ്യങ്ങൾ അറിഞ്ഞ് നല്ല ദാനങ്ങളെ നൽകുന്നവയാണ് ദൈവമെന്നും യേശു കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. നോമ്പുകാലത്ത് നാം കൂടുതലായി പ്രലോഭനങ്ങളെ നേരിടേണ്ടി വരും എന്നത് യാഥാർത്ഥ്യമാണ്. അരുത് എന്ന് പറയുന്നിടത്ത് ആദ്യമാതാവിൻ്റെ ശ്രദ്ധയെ വഴിതിരിച്ചുവിട്ട സാത്താൻ ഇന്നും നോമ്പുകാല വേളകളിൽ നോമ്പുകാരെ തേടി വരുന്നുണ്ട്. കണ്ണിന് കൗതുകമാകുന്നതിനെയും കാതിന് ഇമ്പം നൽകുന്നതിനെയും നാവിന് രുചി പകരുന്നതിനെയും അവൻ നോമ്പുകാർക്ക് വെച്ച് നീട്ടുന്നു. ചിലരെങ്കിലും അത്തരം പ്രലോഭനങ്ങൾക്ക് അറിയാതെയെങ്കിലും വഴുതി വീണേക്കാം എന്നത് പരമസത്യം തന്നെയാണ്. ഇവിടെയാണ് വ്രതശുദ്ധിയുടെ പ്രാധാന്യം, ശുദ്ധ വിചാരങ്ങളുടെ പ്രസക്തി. ശുദ്ധ വിചാരങ്ങൾ കൊണ്ടായിരിക്കണം നാം ഇത്തരം പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നത്. അതുപോലെ നിഗളം, അഹങ്കാരം, മുൻകോപം, സ്വാർത്ഥത എന്നിവയെയും
കുറച്ചെടുക്കാനുള്ള ശ്രമം നോമ്പ് കാലത്ത് നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടിയിരിക്കുന്നു. അബദ്ധ പ്രബോധനങ്ങൾ മുമ്പ് എന്നത്തേക്കാളും കൂടുതലായി ഉയരുന്നുണ്ട്. ഇപ്പോൾ നാം അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കൗതുകകരമായ പല സംഗതികളെയും നമ്മെ കാട്ടി സർപ്പം ഹവ്വായെ ചതിച്ചതുപോലെ പല കൗതുകങ്ങളും കാട്ടി സർപ്പം ഇന്നും നമ്മെ ചതിക്കുവാൻ കാത്തിരിക്കുന്നുണ്ട്. നോമ്പുകാലത്ത് സാത്താന്റെ ഈ കുടില തന്ത്രങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവും നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നോമ്പുകാലം പ്രാർത്ഥനയുടേത് ആയിരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതക്രമം പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ശക്തമായ നിയോഗം നാം ഏറ്റെടുക്കുവാനും മറന്നു പോകരുത്. നമ്മുടെ തലമുറയും യുവജനങ്ങളും പ്രിയപ്പെട്ടവരുമെല്ലാം ഇടർച്ച വരാത്തവരായി ശുദ്ധിയുള്ളവരായി ജീവിക്കേണ്ടതിന് നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളാണ് നമ്മിൽ നിന്നും ഇനിയുള്ള കാലം കൂടുതലായി ഉണ്ടാവേണ്ടത്. അവനവന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ മാത്രം കുടുങ്ങിക്കിടക്കാതെ സമൂഹത്തിൻ്റെയും സഭയുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മിൽ നിന്നും ഉയരാൻ വൈകിക്കൂടാ. വിനയാന്വിതരാകാനും കൂടുതൽ സ്നേഹിക്കുന്നവരാകുവാനും നോമ്പുകാലം നമുക്ക് ഒരു പരിശീലന വേദിയാകട്ടെ. കൂടുതൽ ശുദ്ധ മാനസരായി ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷങ്ങളെ സ്വീകരിക്കുവാനും ധ്യാനിക്കുവാനും അപ്പോഴാണ് നമുക്ക് സാധിക്കുന്നത്. നോമ്പ് അനുഭവത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പങ്കുവയ്ക്കുന്ന ചില ഉൾക്കാഴ്ചകളുണ്ട്. യെശയ്യാ 58:6 ഇപ്രകാരമാണ് അതേക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത്: അന്യായ ബന്ധങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരാക്കി വിടുക, എല്ലാ നുകത്തെയും തകർക്കുക. ആചാര അനുഷ്ഠാനങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകിയിരുന്ന ഇസ്രായേൽ ജനങ്ങളോടാണ് വളരെ പരുഷമായ രീതിയിൽ പ്രവാചകൻ പറയുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കപടതയുള്ള ആത്മീയ ജീവിതവും ആചാര അനുഷ്ഠാനങ്ങളോടുള്ള അമിത ആവേശവും പാപമാണ് എന്ന് തന്നെയാണ് പ്രവാചകൻ പറയുന്നത്. സ്വാർത്ഥതയെ ഹനിക്കുന്ന മറ്റൊരു വാഗ്ദാനവും കൂടി പ്രവാചകൻ നൽകുന്നുണ്ട്. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകുമെന്ന് 58:11 പറയുന്നുണ്ട്. ഈ രണ്ട് അനുഗ്രഹങ്ങളും മറ്റുള്ളവരിലേക്ക് കൂടി ഒഴുകിയിറങ്ങുന്നവയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. നോമ്പുകാലത്ത് ആത്മീയതയ്ക്കപ്പുറം ചില തീരുമാനങ്ങൾ കൂടി നാം എടുക്കേണ്ടിയിരിക്കുന്നു. ഭൂമിക്കിണങ്ങിയ മനുഷ്യരായി മണ്ണിലൂടെ നടക്കുമെന്ന്, ഒരു വൃക്ഷത്തൈയെങ്കിലും നാളേക്ക് വേണ്ടി നടുമെന്ന്, ഇത്തിരി പച്ചക്കറിയെങ്കിലും സ്വന്തമായി കൃഷി ചെയ്യുമെന്ന്, നീർച്ചാലുകളെ നഷ്ടപ്പെടുത്തുകയില്ലെന്ന്, സൗകര്യമുള്ള വാഹനങ്ങളെ ചില അവസരങ്ങളിലെങ്കിലും ഉപേക്ഷിച്ച് നഗ്നവാദമായി നടക്കുമെന്ന്. ഇങ്ങനെ അനേക കാര്യങ്ങളുണ്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട്. നോമ്പ് അങ്ങനെ വ്യക്തിയെ സമഗ്രമായി സ്പർശിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ഒരു അനുഭവമായി മാറണം. നമ്മുടെ നോമ്പ് അനുഭവങ്ങൾ നമ്മെയും ചുറ്റുപാടുകളെയും ശുദ്ധീകരിക്കുന്നവയായി മാറട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.